Hi friends, ഇന്ന് ഞാൻ റാഗി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഡബിൾ ഹോഴ്സിന്റെ റാഗി പുട്ടുപൊടി വെച്ചിട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഇത് പരസ്യമായിട്ടൊന്നും ആരും കാണണ്ട കേട്ടോ. ഞാനിത് നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അവരുടെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് ഈ ഒരു റാഗി പുട്ടുപൊടി. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാഗി പുട്ടുപൊടിയിൽ നിന്നും 1 കപ്പ് റാഗി പുട്ടുപൊടി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം തെളിച്ച് നമുക്ക് പൊടി ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോവരുത്. അപ്പോൾ നമ്മൾ പുട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയായിട്ടായിരിക്കുക. അതുകൊണ്ട് വെള്ളം കൂടി പോവാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട്. എനിക്കിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇത് പുട്ടുപൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ 7 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇതുപോലെ തെളിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ പൊടി നനച്ചെടുക്കാനായിട്ട് കേട്ടോ. കൈ വെച്ച് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം നനവ് എത്തിക്കിട്ടണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയുടെ കളറ് ഒക്കെ കുറച്ച് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ വെള്ളം നനവ് എല്ലാ ഭാഗത്തേക്ക് ആയപ്പോൾ പൊടി ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കളറ്. ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, ഈ ഒരു നനവിൻ്റെ പാകം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് പൊടിയെടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കൂടിയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാനും പറ്റണം. ഇപ്പോൾ കൈ വെച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കൂടിയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം നനവ് കുറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ കൂടിയിരുന്നിട്ട് നമുക്കിതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം നനവ് കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം നനവ് കൂടാനും കുറയാനും പാടില്ല. കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയായി കിട്ടി. ഇനി ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ചിരട്ട പുട്ട് മേക്കറിലാണ് പുട്ടുണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം അതിലേക്ക് ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് നാളികേരം ചിരകിയതും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയും കുറേശ്ശെയായിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കണം. അപ്പോൾ പുട്ടുപൊടി ഒരിക്കലും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കരുത്. പതിയെ ഇങ്ങനെ ഒന്ന് വിതറി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഒത്തിരി നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആവി കയറി അത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് ഒത്തിരി പ്രസ് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മൾ പുട്ട് മേക്കറിൽ മുഴുവനായിട്ടും നമ്മുടെ പുട്ടുപൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് നാളികേരം ചിരകിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് ആവി കയറ്റാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് അടച്ച് വയ്ക്കുക. അതിനുശേഷം കുക്കറിൽ വെള്ളം എടുത്ത് കുക്കർ മൂടി വെച്ച് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുക്കറിൻ്റെ വിസിലിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ആവി വന്ന് തുടങ്ങണം കേട്ടോ. ആ സമയത്ത് വേണം നമ്മളതിലേക്ക് നമ്മുടെ പുട്ട് കുറ്റി ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് ആവി നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിരട്ട പുട്ട് മേക്കർ ഇറക്കി വെക്കാം. ചിരട്ട പുട്ട് മേക്കറിൻ്റെ താഴെ ഒരു ഹോൾ പോലെ കാണാം. അതിലാണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. അപ്പോൾ നമ്മുടെ ആ പുട്ട് മേക്കറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മുകളിൽ 3 ഹോൾസ് ഉണ്ട്. അതിനുള്ളിൽ കൂടെ ഇങ്ങനെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് അതുപോലെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ പുട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ പുട്ട് സെർവ് ചെയ്യുന്നത് കടലക്കറിയുടെയും പപ്പടത്തിൻ്റെയും ഒക്കെ ഒപ്പമാണ്. പിന്നെ പഴം ഇഷ്ടമുള്ളവർക്ക് പഴം കൂട്ടിയും കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആവി പറക്കുന്ന നമ്മുടെ ചിരട്ടപ്പുട്ട് റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡബിൾ ഹോഴ്സിൻ്റെ റാഗി പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് കൂടുതലായിട്ടും പപ്പടവും അതുപോലെ കടലക്കറിയും കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. പിന്നെ 1 കപ്പ് റാഗി പുട്ടുപൊടിക്ക് 2 ചിരട്ടപ്പുട്ടാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാനും അതുപോലെ കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുള്ള റാഗി പുട്ടാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.